5 കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഇഷ്ടം അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ? 5 കാര്യങ്ങളിൽ ഖംസത്തുൻ അഖ്ഫാഹല്ലാഹു തആല ഫീ ഖംസത്തിൻ, 5 കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഇഷ്ടം ഒളിപ്പിച്ചു വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. എന്തിനെ എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ വിഷയം തന്നെ. ഈ 5 കാര്യങ്ങളെ ശരിയാവണ്ണം കേൾക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ അയാൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചാൽ പിന്നെ എന്ത് വിചാരിക്കാനാ? അള്ളാഹു ഒരാളെ ഏറ്റെടുത്താൽ ലോകത്ത് എല്ലാവരും അയാളുടെ ശത്രു ആയാലെന്താ? ആ നാട് ഭരിച്ചിരുന്ന ഫറോവ, എനിക്കെതിരെ ഒരു കുട്ടി ആക്ഷൻ എടുക്കുന്നുണ്ട്, ആ കുട്ടി ജനിക്കാനിരിക്കുന്നുണ്ട്, അതൊരാൺകുട്ടിയാണെന്ന് പ്രവചനം നടത്തുന്നവർ പ്രവചിച്ചപ്പോൾ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞ് 7000 കുട്ടികളെ ജനിച്ച ഉടനെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അക്രമിയായ ഫിർഔൻ. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? ആരെയാണോ ഫിർഔൻ ഭയപ്പെട്ടത് ആ കുട്ടി വളരെ ഭംഗിയായിട്ട് ജനിച്ചു. ആ കുട്ടിയുടെ ഉമ്മ വെള്ളത്തിൽ പെട്ടിയിലാക്കി ഒഴുക്കി. സാധാരണ കുട്ടിയുള്ളിടത്തേക്ക് ഫിർഔന്റെ പട്ടാളക്കാര് ഇങ്ങോട്ട് വന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് കൊല്ലുകയാണ്. അതേ സമയത്ത് അള്ള ഏറ്റെടുത്ത മൂസാ നബി എന്ന കുട്ടി, ഈ കുട്ടിയെ അള്ള പറയാണ് കുളത്തിൽ, വെള്ളത്തിൽ, കടലിൽ ഒഴുക്കൂ. ഏതാ അതിന്റെ ഒരു സൗന്ദര്യം? എന്നിട്ട് കിട്ടിയത് ആരെടുത്താ? ഇതേ ഫിർഔന്റെ അടുത്തേക്ക് എന്നെ കിട്ടി. കൊന്നാലോ? കൂടെയുള്ള ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട, നമുക്ക് ഏതായാലും മക്കളില്ലല്ലോ, ഒരു കുട്ടിയായിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഈ കുട്ടിക്ക് ഇപ്പൊ ചെറുപ്പത്തിൽ മുലപ്പാലല്ലേ കൊടുക്കേണ്ടത്? എന്ത് ചെയ്യും? രാജാവിന്റെ ഭരണാധികാരി ഏറ്റെടുത്ത കുട്ടിയല്ലേ, മുലപ്പാൽ കൊടുത്താൽ കൂടുതൽ സാലറി ലഭിക്കുമല്ലോ. നിരനിരാ സ്ത്രീകൾ വന്നു, ആരുടെയും പാൽ കുടിക്കണില്ല. ഈ കുട്ടിയുടെ ഉമ്മ തന്നെ വിവരം അറിഞ്ഞു. ഉമ്മ വന്നു. അപ്പൊ ഫിറൗന്റെ റിക്വസ്റ്റ്, പ്ലീസ് ഇവിടെ നിൽക്കാവോ, കുട്ടിക്ക് പാൽ കൊടുക്കാവോ? എങ്ങനെയുണ്ട്? ഈ കുട്ടിയെ ഭയപ്പെട്ടിട്ട് 1000കണക്കിന് കുട്ടിയെ കൊന്ന ഫിറൗന്റെ കൊട്ടാരത്തിൽ ആ കുട്ടിയെ വളർത്തുന്ന റബ്ബ്, ആ റബ്ബിന്റെ പേരാ അല്ലാഹ്. അള്ള ഏറ്റെടുത്തിനോ? ലോകം മുഴുവനും നമുക്കെതിരായാലും ഏത് അക്രമകാരികൾ മറുപക്ഷത്തുണ്ടെങ്കിലും അള്ള ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മോമിനീങ്ങൾക്ക് എന്ത് ഭയപ്പാടുണ്ടാവാനാ? ശത്രുക്കൾ തലങ്ങും വിലങ്ങും പാറിക്കളിക്കുന്നുണ്ട്. 100 ഒട്ടകത്തിന്റെ ഇനാം പ്രഖ്യാപനം കേട്ടിട്ട് വട്ടമിട്ട് പറക്കുകയാണ് മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള ശത്രുക്കൾ. അപ്പോഴാണ് സൗർ ഗുഹയുടെ മുകളിൽ അവരെത്തിയത്. അവർ ആരെയാ അന്വേഷിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെയുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയുമാണ്. അന്വേഷിക്കുന്ന സംഘത്തിന്റെ ആ കാൽ എവിടെയാണോ വെച്ചിരിക്കുന്നത്, ആ കാലിന്റെ തൊട്ടു താഴെയുള്ള ഗുഹയിൽ അവർ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ശത്രുക്കൾ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. അപ്പോഴാണ് കൂടെ ഉള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താഴെ എന്ന് നബി തങ്ങളോട് പറയണത്, അവർ ഉപകരണങ്ങൾ എടുത്തിട്ടോ വേറെ സംവിധാനങ്ങൾ എടുത്തിട്ടോ നമ്മളെ നോക്കൊന്നും വേണ്ട. അവരുടെ തല ഒന്ന് ചെരിച്ച് അവരുടെ കാലിലേക്ക് നോക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലറആന, നമ്മളെ കാണും നബിയേ. എന്താ തങ്ങളുടെ മറുപടി? കാണുമൊന്നും ചെയ്യില്ല. കാണൂല. അതെന്താ കാണാത്ത? ഇന്നല്ലാഹു മഅനാ, നമ്മളൊന്നിച്ച് അല്ലാഹുണ്ട്. എന്തേ? നമ്മളൊന്നിച്ച് അല്ലാഹുണ്ട്. അല്ലാഹ്. ആ വിചാരമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ പേടിയുണ്ടാവാനാ? അത് ഏത് ബില്ല് വന്നാലും, ഏത് മിസൈൽ വന്നാലും, ഏത് ആരോപണം വന്നാലും, എത്ര ബിസിനസ് പൊട്ടിയാലും, എത്ര പ്രയാസം വന്നാലും, അല്ലാഹ് എന്ന തവക്കുലിന്റെ മന്ത്രമുള്ള മനുഷ്യന് എന്തു ടെൻഷൻ ആവാനാ? അയാൾ എങ്ങനെ ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കണത്? അയാൾക്ക് എങ്ങനെ നിരാശയുടെ ലോകത്തേക്ക് പോകാൻ തോന്നുന്നത്? നബിയെ നമ്മളെ കാണുമെന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ പ്രഖ്യാപനം, കാണില്ല അബൂബക്കറെ, ഇന്നല്ലാഹ മഅനാ,
നമ്മൾ നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. ശത്രുക്കൾ താഴെ ഇറങ്ങി ഇതേ ഗുഹയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കേറി നോക്കിയാലോ എന്നൊരു ചർച്ച. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ട ശത്രു ഈ പറഞ്ഞ ആളെ മണ്ടനാക്കുന്ന വർത്താന പറയണത്. എന്ത് പൊട്ടത്തരാണ് പറയണത്? ചിലന്തി വലയുള്ള ഒരു ഗുഹയിൽ എങ്ങനെ ഒരാൾ കേറിയാ പിന്നെ ആ ചിലന്തി വല അവിടെ ബാക്കിയുണ്ടാവോ? പിന്നെ പ്രാവതല്ലേ മുട്ടിട്ടിട്ട് എത്തട ഈ പറയണത്? ലോകത്തെ ഏറ്റവും ശക്തി കുറഞ്ഞ വീടേതാ? കോൺക്രീറ്റ് കൊണ്ട്, ഓട് കൊണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കല്ലുകൊണ്ട്, മണ്ണുകൊണ്ട്, സിമന്റ് കൊണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വീടുകൾ ലോകത്തുണ്ടാവും. ഏറ്റവും ശക്തി കുറഞ്ഞ ദുർബലമായ വീടേതാ? ചിലന്തിയുടെ വീട്. എന്ന് ഊതിയാൽ പൊട്ടും. ഇന്ന അഹ്വനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്. ഖുർആനാ പറയണത്. ഇന്ന അഹ്വനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്. ലോകത്തെ ഏറ്റവും പെട്ടെന്ന് പൊട്ടുന്ന വീടേതാ? ചിലന്തി വല. ആ ചിലന്തി വലയെ കൊണ്ട് കെട്ടിയിട്ട അള്ളാഹു സംരക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ വിഖായത്തുല്ലാഹി അഅനത അൻ മുളഅഫത്തിൻ. എനിക്കിപ്പോ ഒരാളെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ AK-47 ന്യൂക്ലിയർ ആറ്റം ബോംബോ റഡാർ സംവിധാനങ്ങളോ ബാരിക്കേഡോ ഒന്നും വേണ്ട. ഇതന്നെ വേണ്ട. പിന്നെ വെറുതെ അങ്ങോട്ട് വെച്ചതാ. ഈ അള്ളാഹു തന്നെയല്ലേ നമ്മളെ അള്ളാഹ്? അതെ. എന്നിട്ടെന്താ നമുക്കിങ്ങനെ ടെൻഷൻ? മോളെ കല്യാണം 2 വട്ടം അന്വേഷിച്ചു, ശരിയായില്ല. അപ്പോഴേക്ക് മൂഡ് ഓഫ്. ഇതാണോ മൂമിന്റെ സ്വഭാവം? ഒമാനിലും ബഹ്റൈനിലും ബിസിനസ് ആരംഭിച്ചു, പൊട്ടിപ്പോയി. അപ്പോഴേക്ക് ആത്മഹത്യ പരിഹാരം. ഇതാണോ മുഅ്മിൻ? അല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അജബൽ ലി അംറിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം അത്ഭുതല്ലേ. മുഅ്മിനിന് ആരോഗ്യം ഉണ്ടായാൽ അൽഹംദുലില്ലാ പറഞ്ഞ കൂലി വാങ്ങും. മുഅ്മിന് പനി ബാധിച്ചാൽ ക്ഷമിച്ചിട്ട് കൂലി വാങ്ങും. മുഅ്മിൻ അനങ്ങിയാലും അനങ്ങിയിട്ടില്ലെങ്കിലും കൂലിനാ ഈ ഹദീസ് പറയണത്. കുട്ടി ജനിച്ചാൽ സന്തോഷിക്കുന്നു, അൽഹംദുലില്ലാ പറയുന്നു, ശുക്ർ ചെയ്യുന്നു, കൂലി വാങ്ങുന്നു. കുട്ടി മരിച്ചാൽ ഇന്നാലില്ലാ ചൊല്ലുന്നു, ക്ഷമിക്കുന്നു, കൂലി വാങ്ങുന്നു. മുഅ്മിന് അനങ്ങിയാലും തിരിഞ്ഞാലും കൂലി തന്നെ. ഇതാ ഹദീസിൽ പറയണത് അജബൽ ലി അംറിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ. നമ്മൾ മുഅ്മിനാവണം, നമ്മൾ മുഅ്മിനാവണം. ഫറോവയുടെ ശത്രുക്കൾ, കിബുത്തിയാക്കളായ ശത്രുക്കളെയും കൂട്ടി ഫറോവ 10,000 ശത്രുക്കളെയും കൂട്ടി നാട്ടിൽ നിന്ന് ഇപ്പോൾ വിട്ട മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേലുകാരെയും പിടിക്കാനും കൊല്ലാനും ശിക്ഷിക്കാനും നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാമും കൂടെയുള്ള അനുയായികളും എത്തിപ്പെട്ടേക്കുന്നത് സമുദ്രത്തിന്റെ മുന്നിലാണ്. എന്ത് ചെയ്യും? സമുദ്രത്തിൽ ഇറങ്ങാൻ വകുപ്പില്ല, ആഴമുള്ള വെള്ളം. എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ശത്രുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മുമ്പിൽ സമുദ്രം, പിന്നിൽ ശത്രുക്കൾ. കൂടെ ഉള്ള അനുയായികൾ അതാ പറയുന്നു, ഇന്നല മുദ്റകൂൻ. ഇപ്പൊ നമ്മളെ പിടിക്കുമല്ലേ മൂസാ നബിയെ? ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾ പിടികൂടും, എന്ത് ചെയ്യും? അന്നേരം മൂസാ നബി അലൈഹി സ്വലാം എന്താ ചെയ്തത്? ഉടനെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് എടുക്കുന്നു, മൂഡ് ഓഫിൻ്റെ ഇമോജി ഇടുന്നു, കരയുന്ന 2 ഐക്കൺ ഇടുന്നു. ഇതാണോ പരിപാടി? അല്ല, പിന്നെന്താ ചെയ്യണത്? ഇല്ല അങ്ങനെ ശത്രുക്കളൊന്നും നമ്മളെ പിടിക്കും. ശത്രുക്കൾ ഇവിടെ എത്തിയില്ലേ? മുമ്പിൽ സമുദ്രല്ലേ? എന്ത് ചെയ്യും? മൂസാ നബി അലൈഹി സ്വലാമിന്റെ മറുപടി, ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എൻ്റെ കൂടെ അല്ലാഹ് ഉണ്ട്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞത് നമ്മളെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വോൾട്ടേജ് കൂടിയ ലീഡറാണ്. ബനു ഇസ്രായേലുകാർ അന്ന് കൂടെ ഉണ്ടായിരുന്നവർ അത്ര വോൾട്ടേജ് ഇല്ല. അതുകൊണ്ടാണ് മൂസാ നബി സിംഗുലർ ടേം ഉപയോഗിച്ചത്. എൻ്റെ കൂടെ അല്ലാഹ് ഉണ്ട്, നിങ്ങൾ അത്ര പോരപ്പോൾ. അതാണ് അങ്ങനെ പറഞ്ഞത്. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. കടൽ ഒഴുകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന റബ്ബിന് കടൽ ഇപ്പോൾ 2 കഷ്ണമാവണമെന്ന് തീരുമാനിക്കാൻ ഇപ്പം എന്ത് പ്രശ്നം? ആവണം 2 കഷ്ണം. മൂസാ നബി പോയി തീർന്നിട്ട് മതി ബാക്കി.
അതാ കടൽ ഒരു വഴി സൃഷ്ടിക്കും. കണ്ടോ? കണ്ടകള് മാസങ്ങളോളം കത്തിച്ചില്ലേ ആര്? നമ്രൂദ്. എന്ത്? തീക്കുണ്ടാരം. എന്തിനെ? ഇബ്രാഹിം നബിയെ കത്തിച്ചു കൊല്ലാൻ. എന്നിട്ട് ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് ആ തീക്കുണ്ടാരത്തിൽ ഇടുക എന്ന ആലോചനയിൽ ഇബ്ലീസ് വന്ന് നിർദ്ദേശം കൊടുത്തു. ഒരു വില്ലുണ്ടാക്കുക, എന്നിട്ട് അമ്പിന്റെ പകരം ഇബ്രാഹിമിനെ വെക്കുക, എന്നിട്ട് ഇവിടുന്ന് വിട്ടേക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വില്ലിൽ നിന്ന് വിട്ടു, അമ്പായിട്ട് വിട്ടു. തീക്കുണ്ടാരത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ഫ്യൂ സെക്കൻഡ്സ്. അങ്ങനെയൊന്നും പറയാനില്ല, നിമിഷാർദ്ധങ്ങൾ, ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം. ആ സമയത്ത് തീയുടെ ഡ്യൂട്ടിയുള്ള മലക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന്. തീയിലാണല്ലോ വീടെന്നത്. എന്തേലും ആവശ്യമുണ്ടോന്ന്. അതിന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വർത്താനം, നോ താങ്ക്സ്, ഒരാവശ്യമില്ല. ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നോ താങ്ക്സ്. ഒരാവശ്യമില്ല, ഏൽപ്പിക്കേണ്ട റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ അതെ, അള്ളാഹു ഏറ്റെടുത്തല്ലോ. തീക്ക് നിർദ്ദേശം കൊടുത്തു, ഇന്ന് നീ ഏതായാലും ചൂട് വേണ്ട, ബർദൻ, തണുപ്പ് മതി. പിന്നെ ഓവർ തണുപ്പാക്കി ആ സെൻട്രൽ എ സി എല്ലാം 16 ഇട്ടാലുണ്ടാവില്ല, നമ്മൾ തന്നെ ഒരു മരക്കഷ്ണായി പോകും. അത് വേണ്ട. വസലാമൻ അല്ല ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് കംഫർട്ടായത് എന്താണോ തണുപ്പ്, ആ രീതിയിൽ മതി. യെസ്, എന്താ രസമല്ലേ. ഇതൊക്കെ ഖുർആനിൽ ഓതുന്ന മോമിനീങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യന്മാർ ടെൻഷൻ ഉണ്ടാവുക? എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ടെൻഷൻ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് അടുത്തത് ത്വലാക്ക്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബിസിനസ് മതിയാക്കലായി, എന്നെ കൊണ്ട് ഇതാവൂല, ഞാൻ അവിടുന്ന് ഒഴിവാവലായി എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഈമാനിൻ്റെ കുറവ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത്. ഒരു പരീക്ഷണം നമുക്ക് വരുന്നത് എന്തിനായിരിക്കും? ഇദാ ഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാഹു. ഒരു പരീക്ഷണം അള്ളാഹു നൽകുന്നത് ഒന്നിക്കിൽ നമ്മളെ ശുദ്ധീകരിക്കാൻ, കഴിഞ്ഞ കാലങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ. ഒരു ബില്ല് പാസ്സാവുമ്പോഴേക്ക് നമ്മൾ എന്തിനാ ബേജാറാവണത്? എന്തിനാ അപ്പൊ ബേജാറാവണത്? അപ്പുറത്ത് മിസൈലിന്റെ, ഇപ്പുറത്ത് വേറെന്തെങ്കിലും സംവിധാനങ്ങളിന്റെ തുരുതുര ചിത്രങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ടവരാണോ മോമിനീങ്ങൾ? ഇനി ആകപ്പാട് എന്ത് സംഭവിച്ചാലും നമ്മളിപ്പോൾ പോകേണ്ടത് ആരടുത്തേക്കാ? നമ്മുടെ സ്നേഹം നമുക്കെല്ലാം തന്ന അള്ളാഹുവിലേക്കല്ലേ. എന്തിനാ പേടിക്കേണ്ടത്? എന്തിനാ പേടിക്കേണ്ടത്? സോഷ്യൽ മീഡിയയിലെ ചർച്ചകളോ വേറെന്തെങ്കിലും വീഡിയോസോ കണ്ടിട്ട് പേടിക്കാനുള്ളവരല്ല നമ്മൾ. ഒരു പരീക്ഷണം നമുക്ക് ലഭിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഇമാം റാസി റളിയല്ലാഹു അൻഹു ദീർഘമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നമ്മളെ ദോഷം പൊറുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ദർജ വർദ്ധിക്കാൻ. ഉദാഹരണത്തിന്, ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഒരാളെ കണ്ടു. അയാളുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്ക് രോഗം വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ അടുത്ത് ചോദിച്ചു, അയാൾ നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളല്ലേ? അതെ. പിന്നെന്താ നീ ഇത്രമാത്രം പരീക്ഷിച്ചേക്കണത്? ധാരാളം പ്രയാസങ്ങളുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അയാൾ സ്വർഗത്തിലെ വലിയ സ്ഥാനം, ദർജ എന്നോട് ചോദിച്ചു. അതിന് മാത്രം മൂപ്പർക്ക് ഒന്നുമില്ല കാര്യമായിട്ട്. അപ്പോൾ പിന്നെ ആ ചോദിച്ചത് ഏതായാലും കൊടുക്കണമല്ലോ, പാവല്ലേ. അപ്പം പിന്നെ വലിയ സ്ഥാനം കൊടുക്കാൻ ഞാൻ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് ദിവസം ഒരു അസുഖം കൊടുത്തത്, അതൊന്ന് ക്ഷമിച്ചിട്ട് മൂപ്പര് അതിലേക്ക് എത്തും. അപ്പം പിന്നെ നമുക്ക് ആ സ്ഥാനം കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനെ കണ്ടകൾ, ഒരു ദിവസം പനി ബാധിച്ചാൽ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്ന മതം നമ്മളെ മതം. കാലിന് മുള്ളു തറച്ചാൽ ക്യാൻസറും ട്യൂമറും വരണമെന്നൊന്നുമില്ല. നമുക്ക് കുടുംബത്തെ ഓർത്തിട്ട് ചെറിയൊരു ടെൻഷൻ, നാളെയാണല്ലോ ഭാര്യൻ്റെ ഓപ്പറേഷൻ, എന്ത് ചെയ്യും റബ്ബേ, ഇത്ര ക്യാഷ് വേണമല്ലോ, മക്കൾ സ്കൂൾ തുറക്കലായല്ലോ, യൂണിഫോമും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ടിഫിനും എല്ലാം പാടാകുമ്പോൾ അത്യാവശ്യം ചിലവുണ്ടല്ലോ, എന്ത് ചെയ്യും? അങ്ങനെ മനസ്സിൽ ടെൻഷനാകുമ്പോൾ പൊറുക്കുന്ന ദോഷങ്ങളുണ്ട് ഇസ്ലാമിൽ. മൂമിൻ അനങ്ങിയ കൂലിയ, മൂമിനായി കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. മുഅ്മിൻ അനങ്ങിയ കൂലിയ, അജബല്ലി അംറിൽ മുഅ്മിൻ. കണ്ടോ കണ്ടകള്, നമ്മളെ ശുദ്ധിയാക്കാനാണ് പരീക്ഷണങ്ങൾ അള്ളാഹു തരുന്നത്. നമ്മുടെ ദറജ വർദ്ധിക്കാനാണ് പരീക്ഷണങ്ങൾ അള്ളാഹു തരുന്നത്.
നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരാനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. ഈ വിഷയത്തിൽ മാത്രം ഇമാമിങ്ങൾക്ക് കിതാബ് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണം. അള്ളാഹ് നമ്മളെ തൃപ്തിപ്പെട്ട, നിങ്ങൾ ലോകം ആലോചിച്ച് നോക്കിയേ, നമ്മൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇപ്പം പേടി, എന്തിനാ ടെൻഷൻ, എന്തിനാ ഇപ്പം പ്രയാസം? എന്ത് രസം ഉണ്ടാവും ജീവിക്കാൻ, ഭയങ്കര രസമായിരിക്കും. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാലുള്ള മെച്ചം എന്താ അറിയോ? അയാൾ എന്തെങ്കിലുമൊക്കെ ഇബാദത്ത് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴേക്ക് അതിൻ്റെ വഴികൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. അയാളെ അള്ളാഹു വേഗം ഏറ്റെടുക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ അതിൻ്റെ ആമുഖം ദീർഘിപ്പിക്കാനല്ല, ഇത് നിർബന്ധമായി കേൾക്കേണ്ട ആമുഖമായതുകൊണ്ടാണ് വിഷയത്തിൻ്റെ കാമ്പിലേക്ക് കിടക്കാത്തത്. മനുഷ്യന്മാർ 4 തരത്തിലുണ്ടാവും. ഒന്ന് അബ്ദുള്ള, അള്ളാന്റെ അടിമ, അത് ഞാൻ പറയാം. 2 അബ്ദുൽ സൗജ, ഭാര്യന്റെ അടിമ, പെൺകൂസ് എന്നാണ് മലയാളത്തിൽ ചില നാട്ടിലൊക്കെ പറയല്. അതെല്ലാ നാട്ടിലും അതന്നെ പറഞ്ഞോളിയെന്ന എൻ്റെ അഭിപ്രായം. 3 അബ്ദുൽ ദീനാർ, പൈസന്റെ അടിമ. 4 അബ്ദുൽ ഹവ, ശരീരത്തിന്റെ അല്ലെങ്കിൽ ഇച്ഛയുടെ. ഇവിടെ പറയാൻ ഒരു സുഖക്കുറവുണ്ട്. ഇച്ഛ എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്യേഷ്ഠനും കാരണവർക്കൊക്കെ ഇച്ഛ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദേഹേച്ഛയുടെ ശരീരാഗ്രഹത്തിന്റെ അടിമ. 4 അടിമകളാണ് ടോട്ടൽ മനുഷ്യന്മാരിൽ ഉണ്ടാവുക. 4 അടിമകൾ. ഒന്ന് അബ്ദുള്ള, അള്ളാന്റെ അടിമ. അള്ളാന്റെ അടിമകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറയുമ്പോഴും ഒരു അബ്ദുള്ളയായിട്ടേ സംസാരിക്കുള്ളൂ. എന്ത് പറയുമ്പോഴും ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പോസ്റ്റാണ് അബ്ദ് എന്നുള്ളത്, അടിമ. അബ്ദുഹു വറസൂലുഹു എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാം. അബ്ദുഹു വറസൂലു, ആദ്യം പറയൽ അള്ളാന്റെ അടിമ എന്നാ പറയൽ. വറസൂലുഹു, അള്ളാന്റെ റസൂൽ എന്ന് രണ്ടാമതാ പറയാം. ഈ അബ്ദാവുക എന്ന് പറഞ്ഞാൽ അപാരമായ കഴിവാണ്. അബ്ദാവുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. അയാൾ പരമാവധി താവും. രണ്ടാമത്തത് അയാൾ ഭയങ്കര അഭിമാനമുള്ള ആളായിരിക്കും. ഞാൻ അള്ളാന്റെ അടിമയല്ലേ എന്നുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള സന്ദർഭങ്ങൾ ഉണ്ടായ 2 സന്ദർഭമാണ്. ഒന്ന് ഇസ്രാഉം മറ്റൊന്ന് മിഅ്റാജും. ഇസ്രാ എന്നുള്ള ഇനിയാണ് നേരത്തെ ഇവിടെ വിശദീകരിച്ചത്, ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര. ദെൻ അങ്ങോട്ടേക്കുള്ള ആകാശലോകത്തേക്കുള്ള യാത്രയാണ് മിഅ്റാജ്. ഈ ഇസ്രായിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, എൻ്റെ അടിമയെ, എൻ്റെ അടിമയെ കണ്ട, എൻ്റെ അടിമയെ ഞാൻ കണ്ട. ഇനി മിഅ്റാജിനെ കുറിച്ച് പറയുമ്പോൾ പറയണത് വൗഹ ഇലാ അബ്ദിഹി മൗഹ, എൻ്റെ അടിമക്ക് ഞാൻ വേണ്ടെല്ലാം കൊടുത്തു, നിങ്ങൾ അതിൽ ഇടപെടും വേണ്ട, കൊടുത്തിട്ടുണ്ട് എൻ്റെ അടിമക്ക്. കണ്ടങ്ങൾ ആ പ്രയോഗം കണ്ടങ്ങൾ, എൻ്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അങ്ങനെയാ പരിചയപ്പെടുത്തല്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനും ഒരു മനുഷ്യൻ തന്നെ. ജിന്നും മലക്കൊന്നും എന്നെ കണ്ടിട്ട് തോന്നണ്ട, ഞാൻ നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനും ഒരു മനുഷ്യൻ തന്നെ. അവിടെ മുജാഹിദാർ അർത്ഥം വെക്കുന്ന പോലെ നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ എന്നല്ല. നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെങ്കിൽ പിന്നെ യൂഹാ ഇലയ്യാന്ന് തൊട്ട് ശേഷം ആയത്തുണ്ടല്ലോ, എനിക്ക് വഹിയുണ്ട്. നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ നമുക്കത് കഴിയൂല, അതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി നമ്മൾ ഡിഗ്രി പറഞ്ഞുകൊണ്ടിരിക്കും. PG കഴിഞ്ഞ് MPhil കഴിഞ്ഞിട്ടുണ്ട്, PG ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹാംവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഓക്സ്ഫോർഡിൽ കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഡിഗ്രി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു 10 ആളെ ഇവിടെ ഇരുത്തിയിട്ട് കോഡ്ലെസ് മേക്ക് കൊടുത്ത് നോക്കി, ജസ്റ്റ് ഒന്ന് സെൽഫി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അങ്ങനെ പറയും. ഏറ്റവും ചുരുങ്ങിയത് വേറെ ഏതെങ്കിലും ഒരു മോഡലെങ്കിലും പറയും, ഞാൻ വന്നേ ഭാരതിലാണ് വന്നത് എന്നെങ്കിലും പറയും. അങ്ങനെയെങ്കിലും പറയും. ഏറ്റവും ചുരുങ്ങിയത് അതൊക്കെ പറയും. ആ അണ്ടകടാഹാടെ പറയേണ്ട ഒരാവശ്യമില്ല, എന്നാലും പറയും. ഈ അബ്ദുള്ളമാര് അങ്ങനെ ചെയ്യൂല. ശരിക്കും അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എപ്പോൾ അള്ളാന്റെ അണ്ടറിൽ നിൽക്കുന്ന ഒരു സംസാരമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ല നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ ഇരിക്കുമ്പോൾ എന്താ തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ തങ്ങളുടെ മറുപടി
അജിലുസു കമാ യജിലുസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം. ഞാനൊരു പാവാണ്. കണ്ട തങ്ങളെന്താ ഇങ്ങനെ തിന്നുന്നത്? ആക്കുലു കമാ യഅ്കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. മനുഷ്യന്മാരെ, നമുക്കതാവാൻ കഴിയാത്തതാണ് നമ്മളെ പ്രശ്നം. നമുക്ക് അബ്ദുള്ളയാവാൻ കഴിയുന്നില്ല, വളരെ താഴ്മയോടെ ജീവിക്കാൻ കഴിയുന്നില്ല. നമുക്ക് പരമാവധി പൊങ്ങച്ചം, ഹൈപ്പോക്രസി ആൻഡ് വാനിറ്റി നമുക്കുണ്ടാവും. ഉള്ള കഴിവ് ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ട് വലുതാക്കി കൊണ്ടുവരും. ഏറ്റവും ചുരുങ്ങിയത് അങ്ങോട്ട് വിളിച്ചിട്ടൊക്കെ ചില ആൾ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടായിരിക്കും ഇയാൾ അങ്ങോട്ട് വിളിച്ചായിരിക്കും. ഞാൻ ഉസ്താദിൻ്റെ അടുത്താണ് ഉള്ളത്, തങ്ങളുടെ അടുത്താണ് ഉള്ളത്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, അത് പറയാനായിട്ട് അങ്ങോട്ട് വിളിച്ചത്. ഒരു അസുഖമാണ് നമുക്ക്. ഇങ്ങനെ അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉസ്താദിൻ്റെ പേര് ഒരു ഫോട്ടോ, ഞാനും ആ ഉസ്താദും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഇങ്ങനെ ഉണ്ടല്ലോ, ഷെഹറാനി മുഹമ്മദ് അല്ലേ പറയണത് കിതാബിൽ, വീട്ടിലുള്ള സൽക്കാരത്തിനും മകളുടെ നിക്കാഹിനൊക്കെ തങ്ങന്മാരെയും ഉസ്താമാരെയും ഒക്കെ ചില ആൾ വിളിക്കും. എന്തിന്? ബർക്കത്തിനല്ല, ജനങ്ങളുടെ മനസ്സിൽ ഇയാൾ വലുതാണ് എന്ന് തോന്നിപ്പിക്കാൻ. എൻ്റെ 4 മക്കളുടെ നിക്കാഹ് ഉസ്താദാണ് കഴിച്ചത്, ഇൻഷാ അല്ലാഹ് വൈകുന്നേരം ഉസ്താദെത്തും മറ്റേയാൾ തങ്ങളെത്തും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നാടകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിന് കുറേ ആളിങ്ങനെ കുഴലൂതിക്കൊണ്ടിരിക്കുക. അതയാൾ നശിച്ചു പോകാനുള്ള ഒരു വഴിയാണെന്ന് ഇമാം ഷഹറാനി റഹിമഹുള്ളയുടെ അൽ കൗകബു ഷാഹിഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. നമ്മളിപ്പോൾ ഒരു ഉസ്താദിനെ, ഒരു തങ്ങളെയൊക്കെ സ്നേഹിക്കേണ്ടതും സൽക്കരിക്കേണ്ടതും വിരുന്നൂട്ടേണ്ടതും അവർ യൂട്യൂബിൽ വൈറലായതുകൊണ്ടോ അവർ ഭയങ്കര ഫേമസ് ആയതുകൊണ്ടോ വൈബായതുകൊണ്ടോ അല്ല. ലിയത്തബറക ബിഹി, അവർ മുത്തബറക ബിഹി ആണെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ബർക്കത്തെടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിൽ കൊണ്ടുപോയിട്ട് നിസ്കരിപ്പിച്ചത് എന്തിനാ? ലിയത്തബറക ബിഹി, ബർക്കത്തെടുക്കാനാണ്, വേറൊന്നിനല്ല. അപ്പൊ അബ്ദുള്ളയാവുക, അള്ളാന്റെ അടിമയാവുക, വളരെ താഴ്മയോടെ ജീവിക്കും. രണ്ടാമത്തെ അടിമയാണ് അബ്ദുസ്സൗജ, ഭാര്യന്റെ അടിമ. അതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇപ്പൊ എല്ലാ പ്രഭാഷകരും റസൂലുള്ളാഹിന്റെ പേര് ഓട്ടം മത്സരം നടത്തി ആയിഷ ബീവിന്റെ കഥയെ പറയുന്നുള്ളൂ. അതുകൊണ്ടിപ്പോ പല ആളും കല്യാണം കഴിക്കലോടുകൂടി പെൺകൂസരായി മാറുന്നുണ്ടോ എന്ന് ഒരു സംശയം. പെണ്ണ് പെണ്ണാവണം, ആൺ ആണാവണം, ഭർത്താവ് ആവണം, ഭാര്യ ആവണം. അവരെ നന്നായി സ്നേഹിക്കണം, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. വാഷിറുഹുന്ന, എങ്ങനെയാ ഖുർആൻ പറഞ്ഞത്? വാഷിറുഹുന്ന, അവരോട് പെരുമാറേണ്ട രീതി മഅറൂഫായിട്ടാണ്, വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മാത്രമേ പെരുമാറാൻ പറ്റൂ. പക്ഷേ തൻ്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തി കൊടുക്കാനുള്ള കഴിവ് ഭർത്താവിനുണ്ടാവണം. ഭാര്യൻ്റെ അടിമയാവരുത്. പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കലാണ് സ്നേഹമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ചില ആൾക്കാരുണ്ട് മക്കളോടൊക്കെ. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാർ പറയുന്നുണ്ട്. കുട്ടികളോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ, കുട്ടിയല്ലേ, കുറച്ച് തെറ്റൊക്കെ ചെയ്തോട്ടെ, സുബി വയ്യ നിസ്കരിച്ചാലും കുഴപ്പമില്ല, ഓന് ഇന്ന് നോമ്പ് പറ്റിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ലിബറൽ ആലോചന അല്ല കുട്ടീനോടുള്ള കരുണ. പിന്നെ ആ കുട്ടീനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയെടുക്കലാണ്, ആ കുട്ടീനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കലാണ് കുട്ടിനോടുള്ള കരുണ. വിശദീകരണത്തിന് ശറഹു മുഖ്തസരി ശുഅബുൽ ഈമാൻ എന്ന സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ റഹിമഹുള്ളയുടെ കിതാബ് നോക്കിയാൽ മതി. കുട്ടികളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, എൻ്റെ കുട്ടി നരകത്തിൽ പോകരുത്, അതാണ് കരുണ. അല്ലാതെ പിള്ളേരല്ല കുറച്ചൊക്കെ കഴിച്ചോട്ടെ, അങ്ങനല്ല, ലിബറൽ ആവലല്ല. LKG UKG 1 2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ മുടി എങ്ങനെ ക്രോപ്പ് ആവണത്? ആരാ ഇതിൻ്റെ ഉത്തരവാദികൾ? ആ കുട്ടിക്കിനെ ബാർബർ ഷോപ്പിൽ തലവെച്ചിട്ട് ഇരിക്കുന്ന ഒരു സൈസ് ഉണ്ട് നിങ്ങൾ. ആ ഇരുത്തത്തിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. മുറിക്ക് മോനെ നിൻ്റെ കളി ആഹർത്തി കാണിച്ചു തരാന്ന് ഉപ്പാനോട്. ഉപ്പ ഗൾഫിലാണെങ്കിൽ ഉമ്മാനോട്. എന്താ കുട്ടികളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ? ഓൻ വിചാരിച്ച പോലെ ഫോൺ കൊടുക്കലോ, ഓൻ ആഗ്രഹിക്കുന്ന പോലെ ഗെയിം കൊടുക്കലോ? അല്ലല്ല, ആ കുട്ടിനെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തല.
ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ഗംഭീര വിശദീകരണത്തോടെ ഇഹ്യയിൽ വരുന്നുണ്ട്. അതായത് നീ നിന്റെ മോനെ നിസ്കാരത്തിന് സുബഹിക്ക് വിളിച്ചിട്ടില്ല, എന്നിട്ട് വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ അതാ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച്. എന്താക്കല് നീ? എന്താ ചെയ്യല്? ഓടി പോയിട്ട് കുട്ടിനെ വിളിച്ചിട്ട് അല്ലേ? ദുനിയാവിലെ തീയിൽ നിന്ന് നീ ദുനിയാവിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ലേ? അപ്പോൾ പിന്നെ നരകത്തിലെ തീയിൽ നിന്ന് എന്താ രക്ഷപ്പെടുത്താത്തത്? ഇതാണ് കരുണ. അപ്പൊ ഭാര്യ ആയാലും മക്കളായാലും റഫ് തനഉമ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മുന്തിയിനം ഡ്രസ്സ്, മുന്തിയിനം വാഹനം, മുന്തിയിനം ഫുഡ്, മുന്തിയിനം മൊബൈല്, ഇങ്ങനെ മുന്തിയത് മാത്രം കൊടുത്ത് പഠിപ്പിച്ചാൽ ആ കുട്ടികളും ആ കുടുംബവും നന്നാവില്ല. ഈ നാട്ടിലും ഈ പരിസരത്തൊക്കെ ഉള്ള നാട്ടിലെ പല ചെറുപ്പക്കാരും ആകെ വെള്ളം കുടിക്കുക. എന്താ കാരണം? എൻഗേജ്മെന്റിന്റെ പേരിൽ തന്നെ ഈ ഉമ്മമാര് നിർബന്ധിക്കും. എന്ത്? എനിക്കിനി സ്വർണ്ണമില്ല മറ്റൊന്ന് പറഞ്ഞില്ല, നമ്മളെ കുടുംബത്തിനൊരു പത്രാസ് ഉണ്ട് എന്നെല്ലാം പറയും. എന്താണ് ആ പത്രാസ് എന്ന് ഓർക്കെന്നെ അറിയില്ല. ഈ പിള്ളേർ ആകെ ആ ദുബായിലോ കുവൈത്തിലോ ഖത്തറിലോ പോയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഴുവൻ പണവും ഈ എൻഗേജ്മെന്റിന്റെ കാലത്ത് തന്നെ തീരുകയും ചെയ്യും. പാവങ്ങൾ. ഇനിയിപ്പോൾ ഇവിടുത്തെ ആരെങ്കിലും ചെറുപ്പക്കാർ എനിക്ക് പരിചയക്കാരുള്ളതുകൊണ്ട് അവർ പറയാൻ പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾക്ക് തോന്നരുത്, എനിക്ക് അങ്ങനെ ആരും ഇവിടുത്തെ പരിചയമൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതിന്. അങ്ങനെയൊന്നും ചെയ്യരുത്. കുട്ടികളെ മക്കളെ ഒക്കെ വളർത്തുമ്പോൾ ഉപ്പമാര് നന്നായി ശ്രദ്ധിക്കണം. മൂന്നാമത്തത് ആരാ? അബ്ദുദ്ദീനാർ, പൈസന്റെ അടിമ. അല്ലാഹ്, ഇയാളൊന്നും പറയാണ്ടിരിക്കുന്നതല്ലേ. പൈസ എവിടെ കിട്ടുന്നുണ്ടോ മൂപ്പര് അവിടെ ഫസ്റ്റ് ഉണ്ടാവും. അതിനെങ്ങനെയാ പറയാന്ന് എനിക്ക് ഉദാഹരണവും അത്ര മട്ടത്തിൽ വരുന്നില്ല. വെറുതെ കൊണ്ട് രണ്ട് ഉദാഹരണം പറഞ്ഞു നോക്കാം. ഉദാഹരണം പറഞ്ഞാൽ എല്ലാടാ ഈ ഉസ്താദിനൊന്ന് റെയിൽവേ സ്റ്റേഷനിലാക്കും. അപ്പോൾ മൂപ്പര് ചിന്തിക്കും, മൂപ്പരും കാൽക്കുലേറ്ററും ഏട്ടനും അനിയനും ആയിരിക്കും. മൂപ്പര് അപ്പാട് കാൽക്കുലേറ്റർ എടുക്കും. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കാർ എടുത്തിപ്പോൾ പോകുകയാണെങ്കിൽ പെട്രോൾ എന്ത് ചെയ്യുമ്പോഴും മൂപ്പര് കീശയിൽ നിന്ന് പൈസ പോകുമോ മൂപ്പരുടെ കീശയിലേക്ക് പൈസ വരുമോ ആ ചിന്ത ഉണ്ടാവും. എന്ത് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇപ്പോൾ 2 കിലോ ആപ്പിൾ വേണമെന്ന് പെങ്ങള് ഭാര്യ പറഞ്ഞു. എന്തിന് 2 കിലോ ഒക്കെ? അതെ, മൂപ്പര് ചോദ്യം കണ്ട, എന്തിനാ 2 കിലോ? അത് കാൽക്കുലേറ്റർ എടുത്തിട്ടാണ് ചോദിക്കുന്നത്. 200 + 200 400. ഫ്രൂട്ട് സലാഡ് ആക്കാൻ നിങ്ങൾ എന്ത് വാങ്ങാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഷോപ്പിൽ പോയി 2 കിലോ ആപ്പിൾ. അപ്പോൾ ഷോപ്പുകാരൻ ചോദിച്ചു 200 ഉണ്ടെന്ന്. ഇയാൾ കണക്കൂട്ടി 200 പ്ലസ് കൊടുക്കുമ്പോൾ ഈ ചങ്ങായിനെ കൊണ്ട് എങ്ങനെയാണ് ജീവിക്കൽ? ആലോചിച്ചു, എങ്ങനെ ഇപ്പം ജീവിക്കുക? അവർ 2 ആപ്പിൾ തിരിച്ചിട്ടപ്പോൾ ആ ഷോപ്പുകാരൻ പറഞ്ഞു, ഷോപ്പ് കീപ്പർ പറഞ്ഞു 1900. ആ കുഴപ്പമില്ല. ഇയാൾ എന്താ പറയേണ്ടത്? ഇയാളാണ് അബ്ദുദ്ദീനാർ. ദീനാർ എന്ന് പൈസക്ക് പേര് വരാനുള്ള കാരണം തന്നെ എന്താണെന്നറിയോ? അതുകൊണ്ട് ദീനും വാങ്ങാൻ പറ്റും, നാർ നരകവും വാങ്ങാൻ പറ്റും. ഏതാണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ വേണ്ടത് ക്ലിക്ക് ചെയ്തോളി എന്നാണ് ദീൻ പ്ലസ് നാർ = ദീനാർ എന്ന് പേര് വന്നത്. കണ്ടകള്. അല്ലാ. നാലാമത്തെ അടിമാര അബ്ദുൽ ഹവാ, ശരീരത്തിന്റെ ദേഹേച്ഛയുടെ അടിമ. ഉറങ്ങണം എന്ന് ചോദിച്ചാൽ ഉറങ്ങും. എല്ലാവരും ഇശാബാൻ കൊടുത്തില്ല, എണീക്ക് അങ്കിപ്പം ഉറങ്ങണം. വേറെ വർത്താനൊന്നുമില്ല. കിട്ടിയ ഫുഡ് മൊത്തം തിന്നും. അല്ലാണ്ട് നീ നേരത്തെ തിന്നില്ലേ? ആ വിശക്കുന്നു. എത്ര മന്തി, പൊറോട്ട, ചപ്പാത്തി എല്ലാം തിന്നു കഴിഞ്ഞാലും പിന്നെയും ചോദിക്കും പുഡിങ്ങായിട്ടുണ്ടാവുന്നു. എന്നാലും ചോദിക്കും ഇതെങ്ങനെ ജീവിതം തന്നെ അങ്ങനെ നോക്കാം. ഇമാമിങ്ങൾ പറയുന്നുണ്ട് മക്കളെ ഒന്നും ഈ രീതിയിൽ ഒരിക്കലും വളർത്തരുത്. കൽ ബഹാഇന്ന കിതാബ് പ്രയോഗിച്ച ടേം, മൃഗങ്ങളെ പോലെ കുട്ടികളെ വളർത്തരുത്. ഓവറായിട്ട് തിന്നുന്ന കുട്ടികളെ ശരിക്കും നിരുത്സാഹപ്പെടുത്തേ വേണ്ടത്. ഓവറായിട്ട് തിന്നുന്ന ചില പിള്ളേരുണ്ടാവും, ആകെ UKG എത്തിയിട്ടുണ്ടാവും, എന്നാലും ആ ടേബിളിലുള്ള മൊത്തം എനിക്ക് വേണം. അത് നിരുത്സാഹപ്പെടുത്തണം. ചില ഉസ്താദ്മാരോട് ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാര് പരാതി, ഒരു ഉസ്താദ് ഇവനൊന്ന് മന്ത്രിക്കണം. എന്തിന്? ഒന്നും തിന്നില്ല. എത്രാം ക്ലാസ്സിലെത്തി? UKG. എന്താ തിന്നല്? 2 ചപ്പാത്തി. UKG പിന്നെ എത്ര ചപ്പാത്തി തിന്നേണ്ടത്?
ഇവൻ്റെ അതേ പ്രായത്തിൽ മറ്റോനുണ്ടല്ലോ നല്ല വൃത്തിക്ക് തിന്നു. ഓനെത്രല്ല ഇരട്ടയാന്ന് UKG തന്നെ. അതെ, ഓനെത്ര തിന്നു 5 ചപ്പാത്തി. ഇവൻ SLC കാലത്ത് പോരേന്നെ വിഴുങ്ങുമല്ല. ഇങ്ങനെയാ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഈ ഓവറായിട്ട് തിന്നുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം. അവൻ്റെ മുമ്പിൽ നിന്ന് തന്നെ കൂടുതൽ തിന്നുന്ന കുട്ടികളുടെ പേര് പരാമർശിക്കാതെ ആ സ്വഭാവം വളരെ മോശം സ്വഭാവമാണ് എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മളെ മക്കൾ നന്നാവാൻ എന്താ ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ കുട്ടിക്കുറ്റവാളികൾ എന്ന് കുട്ടികളെ വിളിക്കണോ വേണ്ടിയോ എന്നുള്ളതിൽ ഖിലാഫ് കിടക്കുന്ന കാലമാണ്. കുട്ടിക്കുറ്റവാളികൾ എന്ന് കുട്ടികളെ വിളിക്കണോ വേണ്ടിയോ? എന്താണ് ശരിക്കും നമ്മളെ മക്കളെ നന്നാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ മക്കൾക്ക് ദുനിയാവ് ഹൃദയത്തിൽ കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത് ശ്രദ്ധിക്കണം. അതിന് നല്ല കൂട്ടുകാർ മാത്രം നമ്മളെ മക്കൾക്കുണ്ടാവണം. മിക്കവാറും കോസ്മെറ്റിക്സും മോഡലും ട്രെൻഡൊക്കെ രൂപപ്പെടുന്നത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധി കണക്കാക്കപ്പെടുന്നത് അവന്റെ ഫ്രണ്ട്സിന്റെ വിഷയത്തിൽ അവന്റെ സെലക്ഷൻ നോക്കിയിട്ടാണ്. അവൻ ആരെയാണോ ഫ്രണ്ട് ആക്കണത് അപ്പൊ മനസ്സിലാക്കുക അവന്റെ ബുദ്ധി എത്രത്തോളം ഉണ്ട്. അങ്ങനെയാ കണക്ക്. ഒരാൾ ആരെയാണോ സുഹൃത്താക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അയാൾക്ക് ബുദ്ധി കൂടുതലാണോ കുറവാണോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണക്കാക്കപ്പെടുന്നത്. അതെ, ആ അർത്ഥത്തിലാ. അതാണ് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചല്ലോ. എന്തെഴുതി വെച്ചു? ഖലീലുൽ മർഇ ദലീലു അഖ്ലിഹി. ഖലീലുൽ മർഇ ദലീലു അഖ്ലിഹി. ഒരു മനുഷ്യന്റെ സുഹൃത്ത് അവന്റെ ബുദ്ധിയുടെ തെളിവാണ്, ബുദ്ധിയുടെ അടയാളം. ബുദ്ധി എത്ര ഉണ്ടെന്ന് അവന്റെ സുഹൃത്ത് നോക്കിയാൽ മനസ്സിലാവും. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി. ഒരു ചെറുക്കനെ പുതിയ പ്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ പ്രൊഫൈലും അവന്റെ DPയും അന്വേഷിക്കുന്നതിന് പകരം അവന്റെ ഫ്രണ്ട്സ് ആരൊക്കെ എന്ന് നോക്കിയാൽ മതി. എന്നാൽ തന്നെ ചിത്രം വ്യക്തമാവും. എത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ റൂട്ട് നിലപാട് നോക്കി. അപ്പൊ നമ്മളെ മക്കള് നന്നാവാൻ അവരുടെ ഹൃദയം ദുനിയാവിനോട് ഹബ്ബില്ലാതെ ശ്രദ്ധിക്കണം. മുന്തി ഇനം ഫുഡ് മാത്രം കൊടുത്ത് പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് പാവങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവില്ല. അങ്ങനെ നമ്മളെ മക്കളെ നമ്മൾ ശുദ്ധിയാക്കണം. എന്നിട്ട് ഒറിജിനൽ അബ്ദുള്ളമാരാവണം, അള്ളാഹുവിൻ്റെ അടിമകളാവണം. അങ്ങനെ അള്ളാഹുവിൻ്റെ അടിമകളായി അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള മാർഗങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത്. ഖംസത്തുൻ അഖ്ഫാ അല്ലാഹു തആല ഫീ ഖംസത്തിൻ. 5 കാര്യങ്ങളിൽ അള്ളാഹു 5 കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 1, അഖ്ഫാ റിളാഅഹു. അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഫീ ത്വഅത്തിൻ മിൻ ത്വഅതിഹി. ഇബാദത്തുകളിലാണ്. ഏത് ഇബാദത്ത് ചെയ്താലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുക എന്നുള്ളത് ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു ഇബാദത്തായിരിക്കും ചിലപ്പോൾ അവൻ അള്ളാഹുവിൻ്റെ അടുത്ത് ക്ലിക്ക് ആവാൻ കാരണമാകുന്നത്. അതെന്തിനാ അള്ളാഹു അത് ഒളിപ്പിച്ചു വെച്ചത്? ലിയജ്തഹിദന്നാസു ഫീ ജമീഇ ത്വഅതി റജാഅൻ യുസാദിഫുഹാ. എല്ലാ ഇബാദത്തും ജീവിതത്തിൽ പരമാവധി ചെയ്ത് എങ്ങനെയെങ്കിലും അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടണം എന്ന് വിചാരിക്കാൻ നമ്മൾ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കേൾക്കുന്ന അറിയുന്ന എല്ലാ ഇബാദത്തും പരമാവധി അതിൻ്റെ മിനിമം എങ്കിലും നമ്മൾ ചെയ്യണം. താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ വിത്തർ 11 റക്അത്ത് നിസ്കരിക്കുന്ന മഹാനാ. വിത്തർ 11 റക്അത്ത് എല്ലാ ദിവസവും പതിറ്റാണ്ടുകളോളം നിസ്കരിച്ച ആളാണ്. വിത്തർ 11 റക്അത്ത്. അത് നമുക്ക് കഴിയില്ലെങ്കിലും എപ്പോഴും ഒരു 3 റക്അത്തെങ്കിലും വിത്തർ നമ്മൾ നിസ്കരിക്കണം. തറാവീഹ് പോലെ വിത്തർ റമളാനിൽ മാത്രമുള്ള അല്ലല്ലോ. അല്ല, ഹനഫി മദ്ഹബിൽ വിത്തർ വാജിബാണ്. മല്ലം യുത്തിർ ഫലൈസ മിന്ന. വിത്തർ നിസ്കരിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന ഹദീസ് നമ്മൾ ഓർമ്മിക്കണം. താജുൽ ഉലമയുടെ മകൻ ഖുറാ തങ്ങൾ ഉപ്പാപ്പ ഒരു റമളാനിൽ 22 ഖത്മൊക്കെ ഓതി തീർക്കും. ഷാഫി ഇമാമിന്റെ കാലത്തുള്ള മഹാന്മാരെ അല്ല നമ്മൾ ഇവിടെ വായിക്കുന്നത്.
നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു നേതാവിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. തങ്ങളുപ്പാപ്പന്നെ പറയണ്ടല്ലോ ഒരു പ്രസംഗത്തില്, എന്തൊക്കെ വലിയ റിസ്ക് ഉള്ളതാ, ഞാൻ ഒരു റമദാനിൽ 27 ഖത്ം ഓതി തീർത്തിട്ടുണ്ട് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഇടയിൽ ജീവിച്ച് ഒരുപാട് മോമിനീങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്ത്, ഒരുപാട് പള്ളി ഉദ്ഘാടനങ്ങൾക്ക് പോയി, ഒരുപാട് ദുആ നേതൃത്വമായി നമുക്കുണ്ടായി. അങ്ങനെ എല്ലാ ഖൈറാത്തിനും മുന്നിൽ നിന്ന മഹാനായ കൂറത്തങ്ങൾ ഉപ്പാപ്പ ഒരു റമദാനിൽ 22 ഖത്ം ഓതി തീർക്കുന്നു എന്ന് പറയുമ്പോൾ മോമിനീങ്ങൾ അതിൻ്റെ ഒരു മിനിമം നമുക്ക് ഉണ്ടാവണ്ടേ? ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് വായിക്കുന്ന നമ്മൾ ഡെയിലി എൻ്റെ സ്റ്റാറ്റസ്, എങ്ങനെ നമ്മൾ ഒരു പൊട്ടത്തര പറയണത്, എൻ്റെ സ്റ്റാറ്റസ് ആരൊക്കെ നോക്കീന് നോക്കുന്ന പിരാന്ത് ഒരാൾക്കുണ്ട്. ഒന്ന്, എൻ്റെ സ്റ്റാറ്റസ് ആരൊക്കെ നോക്കീന് ഒന്ന്. അപ്പൊ പിന്നെ അതിന്റെ മടക്കം വെച്ചും വേണമല്ല. ബാക്കിയുള്ള എല്ലാവരുടെയും സ്റ്റാറ്റസ് വരുതും അടുത്ത 1 മണിക്കൂറിൽ. എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ അവസാനിപ്പിക്കുക? ശരിക്കും നമുക്ക് അള്ളാഹു ഒരു 500 കൊല്ലം ആയുസ് തന്നെന്ന് വിചാരിക്കാം. 500 കൊല്ലം മരിച്ച്, പിന്നെ ഒരു 500 കൊല്ലം കൂടി തന്നു, മരിച്ചു, പിന്നെ ഒരു 500 തന്നു, 1500 കൊല്ലം. ഈ 1500 കൊല്ലം ഫുള്ള് തിന്നാണ്ട് കുടിക്കാണ്ട് ജീവിച്ചാൽ യൂട്യൂബിലെ മൊത്തം വീഡിയോസ് കണ്ടു തീർക്കാൻ കഴിയുമോ? ഇല്ലല്ലോ, ഇല്ല. എന്താ നമുക്ക് പണി? ഒരു 18, 19, 20, 21 വയസ്സിൻ്റെ ഇടയിൽ വല്ല അപകടത്തിലും മരിച്ച ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഇപ്പോൾ ഏട് വായിക്കല്? ആഖിറത്തിൽ ഞാൻ 20-ാം വയസ്സിലാണ് മരിച്ചത്, അതൊക്കെ അറിയാം, വായിക്കടേട്. 15-ാം വയസ്സിൽ പ്രായപൂർത്തിയായി, 5 വയസ്സിനിടയിൽ ചെയ്തു തീർത്ത കാര്യങ്ങൾ വായിക്കൂ. 8,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് ഇൻസ്റ്റ വഴി കണ്ടു. വായിക്കാം. അടുത്ത വായിക്കേ. വേറെന്താ നമ്മളെ ചെക്കന്മാർ നമ്മളെ പിള്ളേർ വായിക്കുക? എന്താ വായിക്കുക? ഇനിയിപ്പോൾ ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി നമുക്ക്? ഇനിയിപ്പോൾ ഈ വയല് കഴിഞ്ഞാലും എന്താ ഉണ്ടാവില്ല? നല്ല വയൽ കേട്ടോ. മൂപ്പരെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നല്ല വയൽ, കുഴപ്പമില്ല, അടുത്തോലും വിളിച്ചാലും. ഈ കമൻറ്റുകൾക്കപ്പുറത്ത് ആത്മീയ മജ്ലിസിൻ്റെ ഫീഡ്ബാക്ക് എന്താ രൂപപ്പെടുന്നത്? എന്താ നമ്മളിൽ മാറ്റം ഉണ്ടാവുന്നത്? ഉദ്ഘാടനത്തിൽ സിയുസ്താൻ്റെ വയൽ എത്രമാത്രം ഹൃദയഹാരിയായിരുന്നു. അതുമാത്രം പോരെ നമ്മൾ നന്നാവാൻ, നമ്മുടെ കൽബ് ശുദ്ധിയാക്കാൻ. അല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കിയ കൂട്ടുകാരെ. ഇക്കുറി ഒരു ഖത്മെങ്കിലും റമദാനിൽ ഓതി തീർക്കണം എന്ന ആശയം വരുന്ന ഒരു വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു SSFന് വേണ്ടിയിട്ട്. വീഡിയോ ചെയ്ത് ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഒരാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു ഖത്മെങ്കിലും റമദാനിൽ ഓതി തീർക്കണം എന്ന സന്ദേശമുള്ളത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റമദാനിൽ 60 ഖത്ം ഓതി തീർക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ പറഞ്ഞേക്കണത്. എന്നിട്ട് പിന്നെ മൂപ്പര് പറയാ, മൂപ്പരുടെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പ ചുമട്ട് തൊഴിലാളിയാ. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവോ? പോർട്ടർ. അയാൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരാൾ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ട് മൂപ്പര് പറയുന്നത് എന്താ അറിയോ? ബദരീങ്ങളുടെ പേരിൽ ഓരോ ഖത്ം ഓതി തീർത്താളാണ് എന്ന് പറഞ്ഞാൽ ഒരു ഖത്ം ഓതിയിട്ട് ബദരീങ്ങൾക്ക് ഹദ്യ ചെയ്തു എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖത്ം, സിദ്ദീഖ് റളിയല്ലാഹു ഒരു ഖത്ം, ഉമർ റളിയല്ലാഹു ഒരു ഖത്ം, ഉസ്മാൻ റളിയല്ലാഹു, ഇങ്ങനെ ബദരീങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഓരോ ഖത്ം ഓതി തീർത്ത ഒരു പച്ച മനുഷ്യൻ. ഇത്തരത്തിലുള്ള സാധുക്കളെ പരലോകത്തെത്തുമ്പോൾ ഈ ബദരീങ്ങൾ പൊതിയൂല ഇവരെയൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്താ ചങ്ങായിമാരെ നമുക്കൊക്കെ ഉള്ളത്? എപ്പോഴാണ് ഈ ഇൻസ്റ്റയിൽ നിന്നും വാട്സപ്പിൽ നിന്നും റീൽസ് എന്നൊക്കെ നമ്മൾ ഇറങ്ങുക? എപ്പോഴെങ്കിലും. എന്തെല്ലാമായിരുന്നു നമ്മൾ 27-ാം രാവിലെ തീരുമാനം, എന്തെല്ലാമായിരുന്നു ഒറ്റയിട്ട രാവുകളിലെ ദുആ. എത്ര ഇബാദത്ത് നമുക്കിപ്പോൾ ഉള്ളത്. ശവ്വാലിൽ 6 നോമ്പെടുത്താൽ റമദാൻ്റെ കൂടെയുള്ള 1 മാസത്തെ നോമ്പിൻ്റെ കൂടെ അതുകൂടി എടുത്താൽ 1 വർഷത്തെ നോമ്പ് ഓഫർ അല്ലാഹ് നമുക്ക് തന്നത് അള്ളാഹ്ക്ക് എന്തോ കിട്ടാനാ? ആ ഹദീസ് കേട്ടപാട് നമ്മൾ തിരിച്ചു പറയൽ ശവ്വാല് തീരുന്നതിൻ്റെ ഉള്ളിൽ എടുത്താൽ മതിയല്ലോ അല്ലേ? എടുത്ത തന്നെ ഒന്നെങ്കിലും എടുത്തോന്ന് ചോദിച്ചോക്കിയേ, എടുത്ത തന്നെ. ചിലത് അള്ളാഹു ഫർള ആക്കൂല മനഃപൂർവ്വം. എന്തേ? അവിടെ നോക്കാല എടുക്കോന്ന്.
ഈ രാവിലെ എണീക്കൽ എങ്ങനെ നടക്കൂലേ? വേറെന്തും ഞാൻ ചെയ്യാം. എന്നിട്ട് റമദാനിൽ എണീറ്റിട്ടില്ലേ 20 അയ്യോ അത്ര റക്കാത്ത് എന്നെ കൊണ്ടാവില്ല. നിസ്കരിച്ചിട്ടില്ലേ റമദാനിൽ? വേറെന്തും ഞാൻ ചെയ്യും പട്ടിണി, അത് നടക്കുകയില്ല റമദാനിൽ. അതൊക്കെ നമ്മളെ കൊണ്ട് അള്ളാഹു തെളിയിച്ചിട്ട് 30 ദിവസം 29 ദിവസം സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതാ. അതെന്തിന്? എല്ലാം നടക്കൂ, വെറുതെ എനിക്ക് തോന്നിയാണ്. ഇനി നീ നന്നാവണ വേണ്ടി നീ തന്നെ തീരുമാനിച്ചോളി. അതാണ് റമദാൻ. യു ക്യാൻ. സൈക്കോളജിയുടെ ഡയലോഗല്ല, നിനക്ക് കഴിയത്. നിനക്ക് പകലെ തിന്നാതെ കുടിക്കാതെ രസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും രാത്രി നിസ്കരിക്കാനും നിന്നെ കൊണ്ട് കഴിയും. തെളിയിച്ചില്ലേ? നമ്മൾ തന്നെയല്ലേ അതിന്റെ ആൾക്കാര്, നമ്മളെ കൊണ്ടല്ലേ അള്ളാഹു തെളിയിച്ചത്. അതെ. എന്നിട്ട് റമദാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി 11 മാസക്കാലം എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹാ. ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചാൽ അതിന്റെ അടയാളം അതുപോലത്തെ നന്മ ഇനിയും ചെയ്യാൻ കഴിയുന്ന. ഹജ്ജ് സ്വീകരിച്ചതിന്റെ അടയാളം എന്താ? ഉംറ സ്വീകരിക്കുന്നതിന്റെ അടയാളം എന്താ? തൗബ സ്വീകരിച്ചതിന്റെ അടയാളം എന്താ? റമദാൻ സ്വീകരിച്ചതിന്റെ അടയാളം എന്താ? തുടർന്ന് അത്തരം നന്മകൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള തൗഫീഖ്. അതാണ്. അപ്പൊ റമദാൻ നമ്മളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേറെ ആരോടും ഫത്വ ചോദിക്കേണ്ടതില്ല. ഇസ്തഫ്തിലി നഫ്സിക, നീ നിന്നോട് തന്നെ ചോദിക്കുക. വിത്തർ നിസ്കാരത്തോട്, ഖുർആൻ പാരായണത്തോട്, ജമാഅത്ത് നിസ്കാരത്തോട്, ഇഅ്തികാഫിനോടുള്ള താല്പര്യം നിന്റെ മനസ്സിന്ന് പോയോ? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് റമദാൻ നമ്മളിൽ എന്ത് ബാക്കി വെച്ചു എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരവും. അത് പൊന്മൾ ഉസ്താദിനോട് ചോദിക്കരുത്, അത് പേരോട് ഉസ്താദിനോട് ചോദിക്കേണ്ടതല്ല, നമ്മളോട് എന്നെ ചോദിക്കുക. ഹൃദയത്തിലേക്ക് ഒരു സെൽഫി എടുക്കുക. ഇപ്പോൾ എനിക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ താല്പര്യമുണ്ടോ? ജമാഅത്ത് നിസ്കാരത്തോട് റമദാനിൽ കാണിച്ച കണിശത ഇപ്പോൾ എനിക്ക് സ്വീകരിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിലുണ്ടോ? ഈ ഉത്തരങ്ങളാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കണം. എങ്കിൽ ആഖിറത്തിൽ അധികം വലിയ പ്രശ്നമൊന്നും എമിഗ്രേഷൻ സമയത്തുണ്ടാവില്ല. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങൾക്ക് ഒറിജിനൽ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ നടത്തും. എങ്കിൽ ബോർഡിംഗ് പാസ് പെട്ടെന്ന് കിട്ടും. എമിഗ്രേഷൻ്റെ അടുത്ത് നിനക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതാണ് കാര്യം. അപ്പൊ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ നമ്മളെ കയ്യിൽ ഇബാദത്തുകൾ ഉണ്ടാവണം.